സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ഒരാളാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സൗഹൃദ വലയത്തിലുള്ള മറ്റ് ട്രേഡേഴ്സിനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്താൽ ഒരു മാസത്തേക്ക് ഫ്രീ ആയിട്ട് പ്രീമിയം മെമ്പർഷിപ്പ് ലഭിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓരോ 100 പേര് ജോയിൻ ചെയ്യുമ്പോഴും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഒരു മാസത്തേക്ക് ഫ്രീ ആയിട്ട് പ്രീമിയം മെമ്പർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം. ഇന്ന് 2023 മെയ് 4 വ്യാഴാഴ്ച ഒരു വീക്കിലി എക്സ്പയറി ആയിരുന്നു. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയൊക്കെ വളരെ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിന് ഓരോ ട്രേഡറിനോടും വളരെയധികം സഹകരിക്കുന്ന നിലയിലാണ് മാർക്കറ്റ് ഇന്ന് പ്രതികരിച്ചത്. എന്തായാലും നമുക്ക് മാർക്കറ്റ് ഡാറ്റ നോക്കാം. ആദ്യമായിട്ട് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,089 നിന്നും 9 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 18,081 ഇന്ന് ആരംഭിച്ചത്. ഡേ ഹൈ വന്ന് 18,267, ഡേ ലോ 18,066 വന്നത് വഴി 200 പോയിന്റിൻ്റെ അതായത് 1.11% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 18,081 നിന്ന് 174 പോയിന്റ് ലാഭത്തോടു കൂടി 18,255 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചത്. ഇന്നലത്തെ ഡാറ്റയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്നലെ ആരംഭിച്ച 18,089 നിന്ന് 166 പോയിന്റ് ലാഭത്തോടു കൂടിയാണ് ഇന്ന് 18,255 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 61,193 നിന്നും 65 പോയിന്റ് ഗ്യാപ്പോട് കൂടി 61,258 ഇന്ന് ആരംഭിച്ചത്. 61,797 ഡേ ഹൈയും 61,119 ഡേ ലോയും വന്നത് വഴി 678 പോയിന്റിൻ്റെ അഥവാ 1.11% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 61,258 നിന്നും 491 പോയിന്റിൻ്റെ ഇൻട്രാഡേ ലാഭത്തോടു കൂടി 61,749 സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 61,193 നിന്നും 556 പോയിന്റിൻ്റെ ലാഭത്തോടു കൂടിയാണ് ഇന്നത്തെ ക്ലോസിംഗ് അഥവാ 61,741 വന്നെത്തിയിരിക്കുന്നത്. ഇന്ത്യ വിക്സ് വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ആയിരിക്കുന്ന 11.84, ഡേ ഹൈ 12.03, ഡേ ലോ 11.19. എന്തായാലും 0.93% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 11.73 ഇന്ത്യ വിക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 43,312 നിന്നും 77 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 43,236 ഇന്ന് ആരംഭിച്ചത്. 43,739 ഡേ ഹൈയും 43,213 ഡേ ലോയും വന്നത് വഴി 525 പോയിന്റ് അഥവാ 1.22% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 43,236 നിന്നും 449 പോയിന്റ് ലാഭത്തോടു കൂടി 43,685 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചത്. ഇന്നലത്തെ ഡാറ്റയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്നലെ ആരംഭിച്ച 43,312 നിന്നും ഇന്ന് അവസാനിച്ച 43,685 എത്തുമ്പോഴേക്കും 373 പോയിന്റിൻ്റെ ലാഭമാണ് ബാങ്ക് നിഫ്റ്റി നേടിയിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,182 നിന്നും 20 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 19,161 ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത്. 19,501 ഡേ ഹൈയും 19,152 ഡേ ലോയും വന്നത് വഴി 348 പോയിന്റിൻ്റെ അഥവാ 1.82% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,161 നിന്നും 317 പോയിന്റിൻ്റെ ലാഭത്തോടു കൂടി 19,479 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഡാറ്റയായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ 19,182 ഇന്നലെ അവസാനിച്ച സ്ഥലത്ത് നിന്നും 297 പോയിന്റിൻ്റെ ലാഭമാണ് ഇന്ന് അവസാനിച്ച 19,479 ഫിൻ നിഫ്റ്റി നേടിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ SBI ലൈഫ്, PFC, മുത്തൂറ്റ് ഫിനാൻസ്, HDFC ബാങ്ക്, HDFC, ചോല ഫിനാൻസ്, ബജാജ് ഫിനാൻസ്, അദാനി എൻ്റർപ്രൈസസ് ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ ലാഭം നേടിയിട്ടുണ്ട്. 2% കൂടുതൽ നഷ്ടമുണ്ടാക്കിയ സ്റ്റോക്കുകളൊന്നും തന്നെ ഈ സ്ക്രീനർ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 7,311 കോടിയുടെ ബൈയിങ്ങും 5,896 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,415 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ നിന്ന്
പ്രകടമായത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 5611 കോടിയുടെ ബൈങ്ങും 5170 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 441 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ ഇന്ന് പ്രകടനമായത്. രണ്ട് കൂട്ടരും ഇന്ന് ബൈങ് ആണ് നടത്തിയിരിക്കുന്നത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 1856 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് കാണാൻ സാധിച്ചത്. നാളെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഒലക്ട്ര ഗ്രീൻ ടെക് ലിമിറ്റഡ്, അജന്ത ഫാർമ ലിമിറ്റഡ്, AYM സിൻടെക്സ് ലിമിറ്റഡ്, ഭാരത് ഫോർജ് ലിമിറ്റഡ്, ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് ലിമിറ്റഡ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, DCB ബാങ്ക്, എക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് അതായത് ഫാക്ട്, ഫെഡറൽ ബാങ്ക്, ഗുജറാത്ത് ഫ്ലോറോ കെമിക്കൽസ് ലിമിറ്റഡ്, ഗുജറാത്ത് ഇൻഡസ്ട്രീസ് പവർ കമ്പനി ലിമിറ്റഡ്, ഗോ ഫാഷൻ, KFin Technologies, Marico Limited, RV Laboratories, Olectra Green Tech Limited, 197 Communications Limited, Piramal Enterprises Limited, PTL Rane Limited, Salan Exploration Technology Limited, Shakti Pumps, Sundaram, Clayton Limited, Sultaj Textiles and Industries Limited, Tata Investment Corporation Limited, Chintan Pharma Chemicals Limited, TRF Limited, Vardhaman Textiles, Websol Energy Systems Limited, Adani Power Limited, ആർട്ടമീസ് മെഡിക്കെയർ സർവീസ് ലിമിറ്റഡ് ഇത്രയും കമ്പനികളുടെ റിസൾട്ട് നാളെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇതിൽ FSCT ഫാക്ട്, അതുപോലെ ഫെഡറൽ ബാങ്ക്, ഇങ്ങനെ കുറേ കമ്പനികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളൊക്കെയും തന്നെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളായിരിക്കും. നമ്മളെ കൂട്ടത്തിൽ പലരും ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫെഡറൽ ബാങ്ക്, ഫാക്ട്, അങ്ങനെ കുറച്ച് കമ്പനികളുണ്ട്, ബ്രിട്ടാനിയ, അങ്ങനെയുള്ള കമ്പനികൾ. എന്തായാലും സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നവർ നാളെ ഒന്ന് മാർക്കറ്റ് നിരീക്ഷിക്കുക. ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 86,247 രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 86.24% പ്രോഫിറ്റാണ് ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ മാസത്തേക്ക്, മെയ് മാസത്തേക്ക് നോക്കുകയാണെങ്കിൽ 17 ട്രേഡിൽ നിന്നും 84,302 രൂപയുടെ പ്രോഫിറ്റാണ് ഇതുവരെയും ഞങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്നത്. ഇനിയും ദിവസങ്ങൾ ഒത്തിരി ബാക്കി കിടക്കാണ്. നോക്കാം, 1 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ. തീർച്ചയായിട്ടും ഇന്നത്തെ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നലെ പ്രത്യേകിച്ച് ഒരു ബ്രേക്ക് ഈവൻ ആയിപ്പോയി. 65 രൂപ മാത്രമാണ് ഇന്നലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചത്. പക്ഷേ മിനിഞ്ഞാന്ന് 2% നഷ്ടത്തിലാണ് ഞങ്ങൾ അവസാനിപ്പിച്ചത്. എങ്കിൽ ഇന്ന് 86% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒരു പൊട്ടൻഷ്യലാണ് ഇത് തീർച്ചയായിട്ടും കാണിച്ചത്. അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള കോൾസും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നിങ്ങൾക്കറിയാം റേറ്റ്സ് ബൗണ്ട് മാർക്കറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ട്രേഡ് എൻട്രി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്നൊരു ട്രെൻഡിങ് മാർക്കറ്റ് ആയിരുന്നു. വൺസ് ഞങ്ങളുടെ ലെവൽ ക്രോസ് ചെയ്ത മൊമെൻറ്റിൽ തന്നെ ഞങ്ങളുടെ എൻട്രി ഒക്കെയും ആക്ടിവേഷൻ ആയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ചാനൽ, ടെലിഗ്രാം ചാനൽ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പ്, രണ്ടിൽ ഏത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടെ കൊടുത്തിരിക്കുന്ന ഫ്രീ കോൾസിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 350 to 400% പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് ഓരോ മെമ്പേഴ്സ് ഏകദേശം 350ഓളം ആൾക്കാർ ഈ ചാനൽ, അതായത് ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത്രയും ആൾക്കാർ ആ ട്രേഡുകൾ എടുത്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ലെവൽസ് നോക്കാം. ലെവൽസ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിൽ ഓപ്പൺ ആയിട്ട് നോ ട്രേഡ് സോൺ കട്ട് ചെയ്ത് താഴോട്ട് വന്നു. പിന്നീട് അത് ഒരു അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് കാണിച്ചിട്ട് ഏകദേശം യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന ഒരു 130-135 സമയത്തേക്ക് നമുക്കൊരു നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. അതായത് നോ ട്രേഡ് സോൺ കട്ട് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ മുകളിലോട്ട് വന്നു. അവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം തൊട്ട് മുകളിലാണ് യെസ്റ്റർഡേ ഹൈ കിടക്കുന്നത്. സോ ഞങ്ങൾ യെസ്റ്റർഡേ ഹൈ ക്രോസ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങളുടെ എൻട്രി എന്ന് പറയുന്നത് യെസ്റ്റർഡേ ഹൈയുടെ മുകളിലായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചു. വൺസ് യെസ്റ്റർഡേ ഹൈ പ്രോപ്പർലി ക്രോസ് ചെയ്ത നിമിഷത്തിൽ ഞങ്ങൾക്ക് എൻട്രി ആക്ടിവേഷൻ ആയി. അവിടെ നിന്ന് R1, R2, R3യുടെ മുകളിലേക്ക് നിഫ്റ്റിയിൽ നോർമലി ഈ റേഞ്ചിൻ്റെ പുറത്ത് പോകാറില്ല, അപൂർവമായിട്ടേ പോകാറുള്ളൂ. അപ്പോൾ R3യുടെ മുകളിലോട്ട് പോയി ഇമ്മീഡിയറ്റ് ആയിട്ട് മാർക്കറ്റ് തിരിച്ചിറങ്ങി. ആ സമയം കൊണ്ട് ഞങ്ങൾ അവിടെ എക്സിറ്റ് ചെയ്ത് ഇന്ന് നമ്മളെ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തത് ഈ ചാനലായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് കൃത്യമായിട്ടും 11 രൂപയിൽ എൻട്രി എടുത്തിട്ട് 61 രൂപയിലാണ് എല്ലാവരും തന്നെ അവർ എക്സിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 100 രൂപയിൽ താഴെയായിട്ട് 61 രൂപയുടെ ബാങ്ക് നിഫ്റ്റി എൻട്രി ഏകദേശം 200 രൂപയിലാണ് എക്സിറ്റ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ ട്രേഡുകളായിരുന്നു ഇന്ന് കിട്ടിയത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനലിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അതിനകത്ത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് നടന്ന ഒരു സൂപ്പർ
സൂപ്പർ റാലി. എന്തായാലും വളരെ സപ്പോർട്ടിംഗ് ആയ ഒരു ട്രെൻഡായിരുന്നു. നമ്മൾ ലെവൽസിനെ പക്കാ റെസ്പെക്ട് ചെയ്യുന്നു. ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഇഞ്ച് നീങ്ങാതെ കൃത്യമായിട്ട്. ആകെ ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നു പോയത് ഈ ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം അവിടെ യെസ്റ്റർഡേ ഹൈ കിടക്കുന്നുണ്ടല്ലോ, അവിടെ നിന്ന് റിജക്ഷൻ വരുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഒരു പൊടിക്ക് എൻട്രി പ്രൈസ് മുകളിലായിട്ട് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും 300% ഒക്കെ ഈസി ആയിട്ട്, അതായത് ഡിപ്ലോയിഡ് ക്യാപിറ്റലിൽ 300% ഒക്കെ ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. കൃത്യമായ പൊസിഷൻ സൈസിൽ, അതായത് ഒരു ലോസ് വരികയാണെങ്കിൽ മാക്സിമം 2000 രൂപ ലോസ് വരുന്ന ട്രേഡിലാണ് 300% ഒക്കെ പ്രോഫിറ്റ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കിയാൽ തന്നെ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് അഡീഷണൽ ലെവൽസ്, റാസ് ലെവൽസ് തികയാത്തത് കൊണ്ട് തന്നെ 4 ലെവൽസ് അഡീഷൻ, അതായത് R4, R5, R6, R7 വരെയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയത് S1-ൻ്റെ താഴെ മുകളിൽ ഓപ്പണായി. S1 എന്ന് പറഞ്ഞാൽ 43,138 അടുത്തായിട്ട് ഓപ്പൺ ചെയ്തു. എന്നിട്ട് യെസ്റ്റർഡേ ലോയിൽ 43,078 സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറി. പക്ഷെ അവിടെ ഒരു പ്രോപ്പർ ട്രേഡ് ഉണ്ടായിരുന്നില്ല. മാർക്കറ്റ് നോ ട്രേഡ് സോൺ കട്ട് ചെയ്തിട്ട് R1-ലേക്ക് വന്നു. പക്ഷേ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ചിറങ്ങി വന്ന് വീണ്ടും ഓപ്പണായ സ്ഥലത്തേക്ക് തന്നെ പോയി. അതായിരുന്നു കൃത്യമായ ഒരു സൂചന. ഇവിടെ നിന്നാണ് ഇനി ബ്രേക്ക് ഔട്ട് വരേണ്ടത് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഏകദേശം ഒരു 1:30 ആകുമ്പോഴത്തേനും അത് നോ ട്രേഡ് സോണിനെ ക്രോസ് ചെയ്തിട്ട് കൺഫർമേഷൻ, അതായത് 2 മണിയാകുമ്പോഴത്തേനും കൃത്യമായിട്ടൊരു കൺഫർമേഷൻ അത് തന്നിരുന്നു. രാവിലെ സ്റ്റോപ്പ് ലോസ് ഒരെണ്ണം ഇതിനകത്ത് കിട്ടിയിരുന്നു. പിന്നീട് 2 മണിക്ക് കയറിയ ഒരു പോക്ക്, ആ യാത്ര നേരെ പോയത് R3 ഒക്കെ കട്ട് ചെയ്തു. അതോടുകൂടി R4, 5, 6, 7 വരെ കൊടുത്തു. പക്ഷേ 6 കട്ട് ചെയ്ത് അധികം മുകളിൽ പോയില്ല. ഞങ്ങൾ എക്സാക്ട്ലി 6-ലെത്തുമ്പോൾ എല്ലാവരോടും ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞു. കാരണം 3 മണി കഴിഞ്ഞിരുന്നു ആ സമയത്തേക്ക്. അതോടുകൂടി എല്ലാവരും സൂപ്പർ പ്രോഫിറ്റിൽ ഇന്ന് ട്രേഡ് എക്സിറ്റ് ചെയ്തു. ഫിൻനിഫ്റ്റി ആണെങ്കിൽ, ഫിൻനിഫ്റ്റിയാണ് ഇന്ന് ഏറ്റവും നല്ല ഒരു താരമായത്. ഫിൻനിഫ്റ്റി തന്നെയാണ്. കാരണം ഫിൻനിഫ്റ്റിയിലാണ് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് ഉണ്ടായത്. നിഫ്റ്റിയിലും ഫിൻനിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ, അതിന് കുറവായിട്ട് നിഫ്റ്റിയിലുണ്ടായി. ബാങ്ക് നിഫ്റ്റിയിൽ വളരെ കുറവായിരുന്നു. കാര്യമായിട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇവിടെ ബ്രേക്ക് ഡൗൺ ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് യെസ്റ്റർഡേ ലോയിൽ സപ്പോർട്ട് എടുത്തു. വീണ്ടും ഒന്ന് റേഞ്ച് ബോണ്ടായിട്ട് 1:30 കൃത്യമായ ബ്രേക്ക് ഔട്ട് തന്നിട്ട് അവിടുന്ന് കയറിപ്പോയതാണ്. നിങ്ങൾക്ക് ആ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. നമ്മുടെ ബ്രേക്ക് ഔട്ട് ലൈനിൽ നിന്നും തുടങ്ങുന്ന ആ ക്യാൻഡിൽ എത്ര കൃത്യമായിട്ടാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇതാണ് ഞാൻ അങ്ങോട്ട് പോവുകയാണേ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടുന്ന് R1, R2, R3 കഴിഞ്ഞപ്പോൾ R4, R5, R6 വരെയും അഡീഷണൽ ലെവൽസ് കൊടുത്തു. R6 എത്തിയില്ല. അതിന് മുമ്പ് 3 മണിക്ക് മാർക്കറ്റ് 3:15 മാർക്കറ്റിൽ റിജക്ഷൻ കണ്ടു. അവിടുന്ന് ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ 300%-ൽ കൂടുതൽ ഡിപ്ലോയിഡ് ക്യാപിറ്റലിൽ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര്, നമ്മളെ ഫ്രീ ഗ്രൂപ്പിലുള്ള ഒത്തിരി പേര് എനിക്ക് സ്ക്രീൻഷോട്ടും താങ്ക് യു മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ഗ്രൂപ്പിൽ എല്ലാ വ്യാഴാഴ്ചയും ചൊവ്വാഴ്ചയും ഇതേപോലെ കോൾസ് ഇടാറുണ്ട്. അപ്പോൾ ഒരു നല്ല രീതിയിൽ ആൾക്കാർ അത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് പ്രോഫിറ്റ് കിട്ടാത്തവർ വിഷമിക്കൊന്നും വേണ്ട. കാരണം പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും അത് പലർക്കും സംഭവിക്കാറുണ്ട്. നല്ല റാലി ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് വല്ല പനി പിടിച്ചോ ചുമയോ അല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടോ അതോ അല്ലെങ്കിൽ ഒരു മൂഡില്ലാത്തതുകൊണ്ട് ട്രേഡ് എടുക്കാതിരുന്ന ദിവസങ്ങളൊക്കെ ആയിരിക്കും. അന്ന് നല്ല റാലി സംഭവിച്ചിട്ടുണ്ടാവും. നമുക്ക് ഭയങ്കര നിരാശയുണ്ടാവും. അതുപോലെ ഒത്തിരി പേര് ട്രേഡിൽ ഏർലി എക്സിറ്റ് സംഭവിച്ചു. അതായത് ഒരു 5,000 രൂപ 6,000 രൂപ പ്രോഫിറ്റ് കാണുമ്പോഴത്തേനും അവർ എക്സിറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്കും ഭയങ്കര നിരാശയുണ്ടാവും. അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നല്ലതായാലും ചീത്തയായാലും നമുക്ക് കിട്ടാനുള്ള നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത ദിവസം നിങ്ങളുടേതായിരിക്കും. ഇനി ഓവറോൾ മാർക്കറ്റ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് എൻഗൾഫിംഗ് ആയിട്ട് ഒരു ക്യാൻഡിൽ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരും എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇമാതിരി ബുള്ളിഷ് ക്യാൻഡിൽ വരും എന്നുള്ളത് ഒരു പ്രതീക്ഷ. എൻ്റെ മാക്സിമം ഉണ്ടായിരുന്നു യെസ്റ്റർഡേ ഹൈ അല്ലെങ്കിൽ യെസ്റ്റർഡേ ക്ലോസിങ്, യെസ്റ്റർഡേ അല്ല, അതായത് 2-ാം തീയതി ഈ ഒരു ക്യാൻഡലിൻ്റെ 2-ാം തീയതിയത്തെ ഹൈ അല്ലെങ്കിൽ അതിൻ്റെ ക്ലോസിങ് 18,150 താഴെയായിട്ട് നിൽക്കുന്ന ഒരു ക്യാൻഡിലാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിൻ്റെ ഇരട്ടിയുള്ള ഒരു ക്യാൻഡിലാണ് നമുക്കിന്ന് തന്നത്. 18,265 വരെ അത് കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു കാര്യം, മന്ത്ലി റാസ് ലെവൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബോട്ടം സപ്പോർട്ട് എക്സാക്ട്ലി എവിടെയാണ് വന്നിരിക്കുന്നത് നോക്കുക. അതേപോലെ ഇന്നത്തെ ക്ലോസിങ് വന്നിരിക്കുന്നത് ഇവിടെ 1 പോയിന്റ് 2 പോയിന്റ് വ്യത്യാസം ഉണ്ടാകും തീർച്ചയായിട്ടും. എന്നാലും അതിൻ്റെ ഒരു ആക്യുറസി നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഓൾ റൈറ്റ്. അപ്പോൾ ഇതിനകത്ത് ഇനി നാളെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഒരു കുഞ്ഞൻ ക്യാൻഡിലാണ്. ഈ രീതിയിലൊരു കുഞ്ഞൻ ക്യാൻഡിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റെഡ് ആയാലും ഗ്രീൻ ആയാലും ഈ ഒരു ലെവലിനെ അത് കട്ട് ചെയ്ത് ഇറങ്ങി പോവില്ല. അതായത് 18,238 മുകളിലായിട്ട് നിൽക്കുന്ന ഒരു ഒരു ആരോഗ്യമില്ലാത്ത ഒരു ക്യാൻഡിലായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു മൂവ്മെൻറ്റ് ഇല്ലാത്ത രീതിയിലായിരിക്കും നാളെ
മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റ് നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നിഫ്റ്റിയുടേത് അപ്പോൾ 18,238 മുകളിൽ ഒരു ചെറിയൊരു ക്യാൻഡിൽ. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ക്ലോസിങ് തന്നിരിക്കുന്നത് വളരെ ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ ലെവലിൽ തന്നെയാണ്. അപ്പോൾ 43,365 മുകളിലായിട്ട് ഒരു ചെറിയ ഒരു ക്യാൻഡിൽ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. തീർച്ചയായിട്ടും നാളെ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ചെറിയൊരു മൂവ്മെൻറ്റിലുള്ള ചെറിയൊരു ബോഡിയുള്ള ഒരു ക്യാൻഡിലായിരിക്കും നാളെ വരിക. എന്തായാലും 43,635 ഒരു ബോട്ടം ലെവൽ സപ്പോർട്ട് ലൈനായിട്ട് ആക്ട് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഓൾസോ സെയിം. അവിടെ ഇന്നിപ്പോൾ 19,424 ക്ലോസ് ചെയ്ത് മറികടന്നിരിക്കുന്നത്. സോ 19,424 മുകളിൽ ഒരു ചെറിയ അധികം മൂവ്മെൻറ്റ് ഇല്ലാത്ത ചെറിയൊരു ക്യാൻഡിലായിട്ട് നാളത്തെ ഒരു ദിവസം അവസാനിച്ച് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. നാളെ വെള്ളിയാഴ്ചയാണ്, വാരാന്ത്യമാണ്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ക്ലാസ്സുകളുള്ള ദിവസമാണ്. സോ എല്ലാവരും ഇവിടെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്കൊക്കെയും തന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും മാക്സിമം ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പ്രീമിയം ഗ്രൂപ്പിൽ ഒരാഴ്ച ഫ്രീ ട്രയൽ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രമിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.